പ്രൊഫസർ എം.കെ. സാനുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. എറണാകുളം രവിപുരം ശ്മശാനത്തിൽ വൈകിട്ട് 5 മണിക്കാണ് സംസ്കാരം. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മന്ത്രിമാർ തുടങ്ങി നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. മീഡിയ വണ്ണിന് വേണ്ടി എഡിറ്റർ പ്രമോദ് രാമൻ പുഷ്പചക്രം അർപ്പിച്ചു. മുഹ്സിന സൂണ്ട് വിവരങ്ങൾ നൽകാൻ. മുഹ്സിന, വലിയ ശിഷ്യസമ്പത്തുള്ള അധ്യാപകനാണ് സാനു മാഷ്, നമുക്കറിയാം. അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി പരിചയപ്പെട്ട ആർക്കും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശനവുമൊക്കെ വളരെ നല്ല രീതിയിൽ മലയാളികൾ ഏറ്റെടുത്തതാണ്. എത്രത്തോളം ആളുകളാണ് സാനു മാഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തുന്നത്? എപ്പോഴാണ് സംസ്കാരം? നൗഫൽ, അത് തന്നെയാണ്. നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഇന്നലെ തന്നെ കൊച്ചിയിലെ അമൃത ആശുപത്രി മോർച്ചറിക്ക് മുൻപിൽ തൊട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്, ഇപ്പോൾ എറണാകുളം ടൗൺ ഹാൾ, ഇവിടെ നൂറുകണക്കിനായ ആളുകളാണ് ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മന്ത്രിമാരായ പി. രാജീവ്, റോഷി അഗസ്റ്റിൻ, വി.എൻ. വാസവൻ, എം. വി. രാജേഷ്, ശിവൻകുട്ടി, ആർ. ബിന്ദു, CPM സംസ്ഥാന സെക്രട്ടറി എം. വി. ഗോവിന്ദൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അതുപോലെ തന്നെ മറ്റ് എഴുത്തുകാർ, അതുപോലെ സിനിമ, സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങി ഒട്ടനവധിയായ ആളുകളാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അവസാന നോക്ക് കാണുവാനായി ഇവിടെ എറണാകുളം ടൗൺ ഹാളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകുന്നേരം 5 മണിയോടുകൂടി എറണാകുളം രവിപുരത്തുള്ള ശ്മശാനത്തിലാണ് അദ്ദേഹത്തിനുള്ള സംസ്കാരം നടക്കുക. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാരം നടക്കുക എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഈ അവസാനമായി അദ്ദേഹത്തെ കാണാൻ ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ വൈകിട്ട് 5:30 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. കഴിഞ്ഞ 25-ാം തീയതി വീണ് പരിക്കേറ്റ് നിലയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്നു തൊട്ട് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. അപ്പോഴും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷ ഇല്ലാതായി അദ്ദേഹം വിട വാങ്ങിയെന്ന വാർത്ത ഇന്നലെ വൈകിട്ട് 5:30 ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. എന്താണെങ്കിലും സാനുമാഷില്ലാത്ത സാംസ്കാരിക കേരളം എന്നുള്ളൊരു കാര്യം, അത് വലിയ നോവാണ്. ഈ വലിയൊരു വിടവ് തന്നെയാണ്. ഓരോരുത്തരും പ്രമുഖരുൾപ്പെടെ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിടവ് വലിയൊരു ഒഴിവായി തന്നെ കേരളത്തിൽ കിടക്കുമെന്ന് തന്നെയാണ്. പല മേഖലകളിൽ അധ്യാപകൻ, പ്രത്യേകിച്ച് എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രമുഖരെ ഉൾപ്പെടെ നിരവധി ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയവരിൽ അധികവും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ആളുകളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് കൂടുതലും അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തിയത്. ഈ മന്ത്രിമാരിലും പലരും, അതുപോലെ തന്നെ സിനിമാ സാംസ്കാരിക മേഖലയിലുള്ള പലരും, പല പ്രമുഖരും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ പല ദിക്കുകളിൽ നിന്നും പല തിരക്കുകളും മാറ്റിവെച്ച് അദ്ദേഹത്തെ അവസാനമായി കാണാൻ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് എറണാകുളം ടൗൺ ഹാളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. ഇനിയും അദ്ദേഹത്തെ കാണാൻ ഇപ്പോഴും മതമേലധ്യക്ഷന്മാർ ഉൾപ്പെടെ എത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അത്തരത്തിൽ നിരവധിയായ ആളുകൾ ഇനിയും അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടി രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. അതുവരെ ഇവിടെ 4 മണി വരെ പൊതുദർശനം തുടരുമെന്ന് തന്നെയാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രാവിലെ 10 മണി വരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും പൊതുദർശനം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വലിയ ജനക്കൂട്ടം, ജനസാഗരം തന്നെയാണ് വീട്ടിലും എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും പൊതുദർശനം നടക്കുന്ന ടൗൺ ഹാളിൽ നൂറുകണക്കിനായ ആളുകൾ കേരളം വിട നൽകുകയാണ്. എല്ലാ രംഗത്തുമുള്ള നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മലയാളികൾ അദ്ദേഹത്തെ എത്രത്തോളം സ്വീകരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സംസ്കാര പൊതുദർശനത്തിൽ ആളുകളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത്. മുഹ്സിന അസുവാണ് വിവരങ്ങൾ നൽകിയത്.